ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഇതിലെ മുഖ്യ സൂത്രധാരനായ ബിശ്വദീപ് ദാസ് 3 വർഷമായിട്ട് സജീവ വാഹനക്കടത്തുകാരനാണ്. ഇൻഡോ ഭൂട്ടാൻ അതിർത്തിയിലാണ് വർക്ക്ഷോപ്പിന്റെ മറവിൽ ഈ വാഹനക്കടത്തുന്നതാണ് കണ്ടെത്തൽ. ബിശ്വദീപ് ദാസിന്റെ ഏജന്റുമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കസ്റ്റംസ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിനെ, എങ്ങനെയാണ് കസ്റ്റംസ് നീക്കം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് 144 വാഹനങ്ങളായിരുന്നു കേരളത്തിൽ രാജ്യത്താകമാനം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ബിശ്വദീപ് ദാസ് എന്ന് പറയുന്ന ഒരാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ അസമിൽ നിന്നുമാണ് നമ്മുടെ കസ്റ്റംസ് പിടികൂടിയിരുന്നത്. മാത്രമല്ല, ഈ പ്രതി കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ വാഹനക്കടത്തിൽ സജീവമാണെന്നാണ് കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതും. ഇയാൾ ഭൂട്ടാനിൽ നിന്നും കുറഞ്ഞ വിലക്ക് വാഹനങ്ങൾ രാജ്യത്താകമാനം ഏജന്റുമാരെ നിർത്തി വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഇയാൾ ഇത്തരത്തിൽ വാഹനക്കടത്ത് നടത്തിയിരുന്നു എന്നുള്ളതാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 5 പേരായിരുന്നു കഴിഞ്ഞ 22-ാം തീയതി പിടിയിലായിരുന്നത്, കസ്റ്റംസിന്റെ പിടിയിലായത്. ഇവരെ ഈ 5 പേരെയും വിശദമായി കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നുമാണ് ഈ ഭൂട്ടാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാഹനക്കടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിക്കുന്നത്. കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്താകമാനമുള്ള ഏജന്റുമാരെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വാഹനക്കടത്തും കച്ചവടവുമായിരുന്നു ഈ പ്രതി നടത്തിയിരുന്നത്. ഭൂട്ടാനിൽ നിന്നും കുറഞ്ഞ വിലക്കെടുക്കുന്ന വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.